രാവിലെ മുതൽ വൈകുന്നേരം വരെ അധികാര കസേരയിലുള്ള മുഖ്യമന്ത്രി ഉദ്ഘാടന വേളകളിൽ റിബൺ മുറിക്കുന്ന തിരക്കിലാണ്. കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ അധികാരത്തിലേറ്റിയത് നാടൊട്ട നീളെ നടന്ന് റിബൺ മുറിക്കാനല്ല. കേരള ജനത മുങ്ങിത്താഴുമ്പോൾ അവരെ പഴയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താനാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയ ഹെലികോപ്റ്ററിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ സന്ദർശിച്ചത് നിങ്ങളുടെ അമ്മായിയപ്പൻ, നിങ്ങളുടെ മാത്രം അമ്മായിയപ്പനാണ്. ഞങ്ങൾക്ക് അദ്ദേഹം വെറും ഒരു മനുഷ്യനാണ്. നിങ്ങൾ ഒരുപാട് മെഴുകി നോക്കി, പക്ഷേ ആ മെഴുകലൊന്നും കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് വേണ്ട. നാട് നീളെ നടന്ന് നിങ്ങൾ ഉദ്ഘാടന ചടങ്ങുകളിൽ റിബൺ മുറിക്കുന്ന തിരക്കിലായിരുന്നു അല്ലേ? അതിനെ വിമർശിച്ചപ്പോഴും നിങ്ങൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. അതല്ലെങ്കിലും മൂല്യങ്ങള് ന്യായീകരിക്കാൻ മുന്നിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ഭരണത്തിലേറ്റി ഇയാളെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തെരുവ് നാടകം വരെ കളിച്ചു. എന്തൊക്കെ നാടകങ്ങളായിരുന്നു! കേരളം ഇതുവരെ കാണാത്ത സമര നാടകങ്ങളായിരുന്നു VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മണ്ടന്മാരായ ജനങ്ങൾ കാട്ടിക്കൂട്ടിയിരുന്നത്. കണ്ടില്ലേ? ഇപ്പോ ഒരു സംസ്ഥാനം ഒന്നടങ്കം വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നിട്ട് ഒരു ഔചിത്യബോധമുള്ള ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? പ്രളയത്തിൽ മുങ്ങിത്താഴുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിങ്ങളുടെ ഈ നാടകഭാവം കേരളത്തിലെ ജനങ്ങൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങളെ സേവിക്കാനാണ് അധികാര കസേരയിൽ ഇരുന്നത്. അപ്പൊ ജനങ്ങളെ മാനിക്കേണ്ടി വരും. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും. കാരണം നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണ്. പിന്നെ മൂപ്പര് പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ കഴിച്ചു എന്നുള്ളൊരു ന്യൂസും കാണാനിടയായി. ഒരു ജനത വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോ അവിടെ പൊറോട്ടയും ബീഫും ചിക്കനും കഴിക്കലല്ല ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന പദവി. ആ ജനങ്ങളെ ചേർത്ത് പിടിക്കലാണ്. ഉദ്ഘാടന ചടങ്ങുകൾ മാറ്റിവെക്കണം. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഈ 10 വർഷക്കാലം കേരളത്തിനുണ്ടായിരുന്നത് അല്ലേ? അതല്ലാണ്ട് 24 മണിക്കൂർ ഇങ്ങനെ വിളിച്ചാട്ടണ മുഖ്യമന്ത്രിനല്ല വേണ്ടത്. മുഖ്യമന്ത്രി എന്നാൽ ഒരു പദവിയാണ്. ആ പദവിക്ക് അതിൻ്റെതായ ഒരു ബഹുമാനമുണ്ട്. അതല്ലാണ്ട് ഫുൾ ടൈം ചിരിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിനല്ല കേരളത്തിന് വേണ്ടത്. ചിരിയിലൊരു ഒലക്കിയില്ല. കുറച്ചൊക്കെ ധാർഷ്ട്യം വേണം. അതാണ് ഒരു പൊസിഷൻ, ഒരു ബഹുമാനം. നമ്മൾ ഓരോ പദവിക്കും നമ്മൾ കൊടുക്കുന്ന ബഹുമാനമുണ്ട്. ആസ് എ ജോക്കർ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കണം. ഇയാള് ജോക്കറൊന്നല്ലല്ലോ, ഇയാള് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇയാൾക്ക് കുറച്ചൊക്കെ ധാർഷ്ട്യം വേണം. അതല്ലാണ്ട് 24 മണിക്കൂറും ചിരിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അയാളുടെ ചിരിയിൽ നിന്നൊന്നും നേടാനൊന്നുമില്ല. പ്രവർത്തിക്കേണ്ട സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം.